നമസ്കാരം. ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണ് അർദ്ധനാരി. വളരെ വ്യത്യസ്തമായ ഒരു കഥയായതുകൊണ്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? വരും. മലയാളത്തിൻ്റെ തിലകക്കുറി, മലയാളത്തിൻ്റെ സ്വന്തം തിലകൻ ചേട്ടൻ്റെ അവസാന ചിത്രമാണ് അർദ്ധനാരി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരുപാട് ദുഃഖമുണ്ട്, അതിയായ സങ്കടമുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പൂർണ്ണതയുള്ളൊരു സ്ത്രീയായി ജനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മലയാളത്തിൻ്റെ കമൽഹാസൻ ആരാന്ന് ചോദിച്ചാൽ ഒറ്റയാളേ ഉള്ളൂ, ദാറ്റ് ഈസ് മനോജ് കെ ജയൻ. ഞാൻ പുരുഷനാണ്, എന്നാൽ ഞാൻ സ്ത്രീയുമാണ്. അദ്ദേഹം ഇതിനകത്ത് ജീവിച്ചിരിക്കുകയാണ്. അർദ്ധനാരി എന്നുള്ള ഈ ചിത്രത്തിൽ ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് നായകനും അദ്ദേഹമാണ് നായികയും. ഇവരെ കൂടാതെ ഒരുപാട് പേര് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രമുഖരായ താരങ്ങളുണ്ട്. സുകുമാരി ചേച്ചി, സായി കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, മണിയമ്പിള്ള രാജു, ഇർഷാദ്, ജയകൃഷ്ണൻ എന്നുവേണ്ട ഇനിയുണ്ട്. പിന്നെ ജഗന്നാഥൻ, പൂജപ്പര രവി, മഹാലക്ഷ്മി, ടെസ്നി ഖാൻ, ഇനിയുണ്ട്. പറയൂ ഇനിയൊക്കെ ആരൊക്കെയാണ്? ഒരുപാട് പേരുണ്ട്. ഇർഷാദ്, പിന്നെ ആശാ ശരത്ത്, ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഒരു മനോഹര തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എവള് 10 കാശ് ഉണ്ടാക്കി. അർദ്ധനാരി എന്ന ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മേക്കപ്പാണ്. എല്ലാവർക്കും മേക്കപ്പ് വേണം. അതും വിവിധ വേഷങ്ങളിലുള്ള മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും ചെയ്തിരിക്കുന്നത്? വേറെ ആരും ഇവിടെ നിന്ന് ചെയ്യാനില്ല. ദ വൺ ആൻഡ് ഓൺലി പട്ടണം റഷീദ്. മഞ്ജുളാങ്കിത മോഹമേതോ ജലധിയിലാഴുകയോ, അർദ്ധപൗരുഷ നാരീ വിലസിത വ്യർത്ഥവീഥിയിൽ അലയുകയോ. ഞാനൊരു ചിത്രം നിർമ്മിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് സംഗീത പ്രാധാന്യമുള്ളത് മാത്രമാണ് നിർമ്മിച്ചത്. നമുക്ക് കേട്ടു. മേഘം ജീവന്റെ നോവിൽ പൊഴിഞ്ഞൊരാ സ്നേഹം. വളരെ വളരെ വ്യത്യസ്തമായ ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ സന്തോഷ് സൗവർണിയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇത് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും നവംബർ 23 കേരളത്തിലെ എല്ലാ തിയേറ്ററിലും അർദ്ധനാരി എത്തുകയാണ്. അനുഗ്രഹിക്കുന്നു.